ഗായ്സ് അപ്പൊ ഇന്ന് ചെറിയൊരു നോമ്പറൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് എത്ര പോരെ ഓർഡർ ആണെന്നറിയോ? ഇതൊക്കെ ഇതേപോലെ ഡെലിവറി പോകാനുള്ള സുഖങ്ങളാണ്. മരുഭൂമിയാണ്. ടെന്റുകൾ നന്നുണ്ടോ? ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഫുള്ള് മരുഭൂമി, ഇപ്പുറത്തെ സൈഡക്ക് കടല്. ഗായ്സ് മീനൊക്കെ പിടിച്ചിട്ട് കുളത്തിട്ട് തോന്നുന്നുണ്ട്. നോമ്പ് പറഞ്ഞാലും നടത്താൻ തീരില്ല തോന്നിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇതിന് ഏതെങ്കിലും ഊപ്പറിൽ കയറി ഇരിക്കണം. സെഫ് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. ലോകത്ത് കടലും മരുഭൂമിയും ഒരുമിച്ചുള്ള ഒറ്റ ബീച്ചേ ഉള്ളൂ. ആ ബീച്ചിൽ നമ്മൾ വന്നത്. ബിരിയാണിയും കുറച്ച് പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഒരു ഡ്രിങ്ക് ഉണ്ട്, പായസം, ഈത്തപ്പഴം, ഓറഞ്ച്, ആപ്പിള്. ക്യാപ്റ്റൻ ഇപ്പോൾ 120 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പൊ. അപ്പൊ ഇന്ന് ചെറിയൊരു നോമ്പറൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു ഹോട്ടലിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് ഒരു പാർക്ക്. പോയി നോക്കിയിട്ട് ഞാൻ വീഡിയോസ് ഇട്ടാണ്. അപ്പോൾ ഇതാ അക്കുണ്ട്, സഫ്വാൻ, കാക്കുണ്ട്, പാരിസുണ്ട്. പാരിസ് പിന്നെ ഇവിടെ നമ്മള് ലക്കി സ്റ്റാറിൽ വന്നിട്ടാണ് ഹോട്ടലില്. അവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നോമ്പറക്കുള്ള ഫുഡ് ഇവിടുന്നാണ് നമ്മൾ നോമ്പറക്കുള്ള സാധനം ഓർഡർ ചെയ്തിട്ടുള്ളത് അല്ലേ? ലക്കി സ്റ്റാറിലാണ് നമ്മൾ നോമ്പറക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ എടുത്തിട്ട് നേരെ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ ഏതെങ്കിലും പാർക്ക് പോവും, അല്ലെങ്കിൽ മറ്റേ സീ ലൈൻ ഉണ്ടല്ലോ, മറ്റേ അവിടെ എവിടെയെങ്കിലുമൊക്കെ പോവും. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് നോമ്പറക്കും. അതന്നെ ഞാൻ എന്തായാലും തുനിഞ്ഞിറങ്ങിക്കണം. നമ്മളെ വണ്ടി ഉണ്ടോ? ഏകദേശം സൂര്യ അസ്തമിക്കാനായിക്കണം. പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ലക്കി സ്റ്റാറിൽ വിളിച്ചിട്ട് ആദ്യം ഓർഡർ ചെയ്തിരുന്നു ഫുഡ്. അപ്പോൾ ഞങ്ങൾ 6 ആൾക്കാരുള്ളത്. 6 ആൾക്കാർക്കുള്ള ഒരു കോംബോ ഉണ്ട്. കോംബോ മേടിച്ചിട്ട് നേരെ എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ വേറെ കട്ട് ചെയ്യാനും ഉണ്ടാക്കാനൊന്നുമുള്ള ടൈമില്ലല്ലോ. നേരെ പോവുക, ഏതെങ്കിലും പാർക്കിലോ അല്ലെങ്കിൽ ബീച്ച് സൈഡിലോ പോയിരുന്നിട്ട് നോമ്പറക്കാം, വൈബിൽ നോമ്പറക്കാം. അതാണ് ഇപ്പോഴത്തെ ഉദ്ദേശം. അപ്പോൾ ഇവർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയിക്കണം. ഫുഡൊക്കെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. സെറ്റ്. നമ്മൾ ആദ്യം വിളിച്ച് ഓർഡർ ചെയ്തതായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിട്ട്. നമ്മളിപ്പോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിലിപ്പോ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ബിരിയാണി ഉണ്ട്, പിന്നെ മറ്റേ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവും. അതെ, പിന്നെ അതുപോലെ തന്നെ സമൂസ, അങ്ങനത്തെ ജ്യൂസും എന്തെങ്കിലും ഉണ്ടാവും. അതൊരു കോംബോ ആണ്. അങ്ങനെ 6 കോംബോ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ 6 പേർക്കുള്ളത്. എവിടൊക്കെ പോണത് പ്ലാനിങ്? അതായത് സീ ലൈനിന് എന്നാ പറഞ്ഞില്ലേ അവര് ചായ. ഇപ്പൊ വേറെ ചായ അത് സുലൈമാനിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഇപ്പൊ റെഡി ആയിട്ടുള്ള ഇപ്പൊ സുലൈമാനിയാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഇത് വിരിക്കാനുള്ള സാധനം ഇരിക്കാനുള്ളതല്ലേ? കാര്യമായിട്ട് പർച്ചേസിങ് ആണ്. നമ്മൾ എടുത്ത കോംബോ അല്ലാതെ പിന്നെ സാധനങ്ങൾ വേറെ ഒരു മേടിക്കണ്ട്. ഇവിടെ കണ്ടങ്ങള് എത്ര പോരെ ഓർഡർ ആണെന്നറിയോ? ഇതൊക്കെ ഇതേപോലെ ഡെലിവറി പോകാനുള്ള സുഖങ്ങളാ. ഒരുപാട് ഐറ്റം കടികളുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റം കടികളുണ്ട്, വെള്ളങ്ങളുണ്ട്. ഉണ്ടാവും. അപ്പൊ ഗായ്സ് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നേരെ ബീച്ചിലേക്കാണ് ഇപ്പൊ പ്ലാനിങ് കേട്ടോ. ബീച്ചിലേക്ക് പോകാനാണ് ഇപ്പൊ പ്ലാനിങ് ഇട്ടിട്ടുള്ളത്. സാധനതോ സാധനങ്ങൾ കിട്ടി. നമ്മൾ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. 6 സെറ്റിലാ? 6 സെറ്റ് ലക്കി സ്റ്റാറിനാണ് വാങ്ങിക്കുന്നത്. ഡിക്കി ഒന്ന് തുറക്കുവോ? അല്ല, ഇത് ഓൾറെഡി ഫുള്ളാണല്ലോ. ഇതിന് ഓൾറെഡി ഫുള്ളാണ് സാധനങ്ങള്. നമുക്ക് ഇതെന്താണെന്നറിയോ? ഒരു ഔട്ടർ വെള്ളം മേടിക്കണം. സമയം കൊറേ ആയി. അപ്പൊ ഗായ്സ് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ സീ ലൈനിക്കാണ് പോവാനുള്ളൊരു ലക്ഷ്യം. അപ്പൊ എന്തായാലും പോയേക്കട്ടെ. തങ്ങളെവിടെ? അപ്പൊ ചായയും കുറച്ച് കടിയും കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. നമ്മളെ കോമ്പോന്റെ അല്ലാതെ ബാക്കിൽ വെക്ക. ഗായ്സ്
ഒരു ഔട്ടർ വെള്ളം കൂടി മേടിക്കാനുള്ള പരിപാടിയാണ്. നേരെ ഇപ്പോൾ ഒരുപാടായി, 4:45 5:30 എന്ത് ചെയ്യുക മരുവാൻ കൊടുക്കുക. ഖത്തറിലെത്തിയിട്ടേ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ നോമ്പ് ഒരു വേറെ രാജ്യത്ത് ആദ്യമായിട്ടാണ്. മാത്രമല്ല അവിടുന്ന് എന്ത് ചെയ്യുക പുറത്ത് പോയിട്ട് നോമ്പിറക്കാൻ പോവാണ് ആദ്യമായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നോക്കി വെക്കാം. സീലൈനിൽ ഇതിന് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും നോമ്പിറക്കാൻ വേണ്ടി ആദ്യമായിട്ട് പോവാണ്. അപ്പം ഇനി എത്ര ടൈം എടുക്കും, എങ്ങനെയാണ്, കറക്റ്റ് ടൈമിൽ എത്തുമെന്നൊന്നും അറിയില്ല. പോയൊക്കെയാണ് തങ്ങളതാ വരണേ. ഏകദേശം 5 മണിയാവാനായി. അരമണിക്കൂറും കൂടി ഉള്ളൂ. ഇങ്ങനെ പോകുമ്പോൾ കുതിര സവാരിയൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടാ. കണ്ട മരുഭൂമിയാണ്. ടെന്റുകൾ കാണുന്നുണ്ടോ മരുഭൂമിയില്? മരുഭൂമി ഉണ്ടോ? മരുഭൂമി, കണ്ണെത്താ ദൂരത്ത് മരുഭൂമി. കണ്ണെത്താ ദൂരത്ത് കണ്ണും നട്ടി അതിന്റെ അപ്പുറത്ത് പെണ്ണുണ്ട് അല്ലേ? പെണ്ണുണ്ട്. എന്താ മറ്റേ വണ്ടീന്റെ പേരെന്താ? ബഗ്ഗിയാ? ബഗ്ഗിയൊക്കെ അത് പോവും കുറേ. അപ്പൊ ഞങ്ങള് സാധനമൊക്കെ എടുത്തിട്ടുണ്ട്, പോവാണ്. ഇനി എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ആള് മറ്റൊന്നുമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് സെറ്റ് ചെയ്യണം. കണ്ടോ മീൻ പിടിക്കണം. ഇപ്പുറത്തെ സൈഡാണെങ്കിൽ ഫുള്ള് മരുഭൂമി, ഇപ്പുറത്തെ സൈഡക്ക് കടല്. മീനൊക്കെ പിടിച്ചിട്ട് കുളത്തിട്ട് തോന്നുന്നുണ്ട്. കൂടുതലും മലയാളികൾ തന്നെ ഉണ്ടാവാ തോന്നുന്നുണ്ട്. മലയാളികൾക്കാണെന്നും കൂടുതൽ ഈ വൈബൊക്കെ ഉള്ളത്. പിന്നെ അറബികളും ഉണ്ടോ? ലാൻഡ് ക്രൂസറുകൾ പോണുണ്ടോ? ഇതിപ്പോ നടന്നിട്ടേ നോമ്പറന്നാലും നടത്തം തീരില്ല തോന്നിട്ട്. ഇവിടെ ഇങ്ങോട്ട് കേറുപോയി, വെള്ളം കേറും. അല്ലെങ്കിൽ പിന്നെ ഇതിന് ഏതെങ്കിലും ഊപ്പറിൽ കയറി ഇരിക്കണം. ഇതിന്റെ കടലോ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ കടലിൽ എന്ത് വൈബ്. ഇത് ഞങ്ങളുണ്ടാ മരുഭൂമിയിലൂടെ നടക്കുന്ന തങ്ങളൊക്കെ. ഞങ്ങളെ സൂര്യനെ ഏതാ മൂട്. ഓരോടെ രണ്ടാൾക്കാര് നാക്കം പാടി വർത്താനം പറഞ്ഞ് വരണുണ്ടോ. ഇത് എവിടെയെങ്കിലും പോയിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വേണം സമാധാനത്തോടു കൂടി ഒന്ന് ഇരിക്കാൻ. സെഫ് ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടാവും നോമ്പറക്കാനല്ലേ? നിങ്ങളതിന് മുമ്പ് സീലേനെ വന്നിട്ടില്ല? ലോകത്ത് കടലും മരുഭൂമിയും ഒരുമിച്ചുള്ള ഒറ്റ ബീച്ചേ ഉള്ളൂ. ആ ബീച്ചിൽ നമ്മൾ വന്നിട്ടുണ്ട്. അതും ഖത്തറില്. അത് ഖത്തറിലാണുള്ളത്. കമന്റ് ചെയ്യാൻ എന്തായാലും ഖത്തറിലാണ്. ഇവിടെയൊക്കെ വണ്ടി പോയി. ഇതുണ്ടോ? ഇത് ട്രാക്കുണ്ടോ? അപ്പൊ ഗായ്സ് നമ്മളിതാ ഇവിടെ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. സംഭവങ്ങളിപ്പോൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു സെറ്റപ്പിൽ ചെറിയൊരു നോമ്പറ. ഏകദേശം സൂര്യൻ പോയി കണ്ടോ. അടിപൊളി. ഏകദേശം 5:30 ആവാനായി, നോമ്പറക്കാനായി, സൂര്യനൊക്കെ പോയി. നമ്മൾ മാത്രമല്ല വേറെ ടീം ഇവിടെ നോമ്പറക്കാനുള്ള സെറ്റപ്പ് ആക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഡൂണിങ് നടക്കുന്നുണ്ട് കുറേ വണ്ടികളൊക്കെ വെച്ചിട്ട്. അപ്പം നമ്മളെ ഏകദേശം ഉള്ളൊരു സെറ്റപ്പിൽ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയ ഫുഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ബിരിയാണിയും കുറച്ച് പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു എന്തോ ഒരു ഡ്രിങ്ക് ഉണ്ട്. പിന്നെ ഇത് സലാഡാ തോന്നുന്നുണ്ട്. സലാഡ്, പായസം, തൈര്, പിന്നെ ഈത്തപ്പഴം, ഓറഞ്ച്, ആപ്പിള്, ഒരു കുപ്പി വെള്ളം. ഇതാണ് ഇപ്പൊ നമുക്കൊരു കോമ്പോയില് കിട്ടിയിട്ടുള്ളത്. എന്തായി വാങ്ങി കൊടുക്കാനായാ? നോക്കി സമയം നോക്കി. പിന്നെ ഒരു എക്സ്ട്രാ തന്നെ എന്താ
ചൂടാറോ വണ്ടികളുണ്ടോ? നമ്മളിവിടെ നോമ്പറക്കുമ്പോ ഇവിടെ വൈബ് ഖത്തറിലെ തന്നെയല്ല ലോകത്തിലെ തന്നെ മരുഭൂമിയും കടലും ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമാട്ടത്. അതായത് ഇപ്പുറത്തെ സൈഡില് മരുഭൂമി, ഇപ്പുറത്തെ സൈഡില് കടല്. തുറന്നു സംഭവം കോലത്തിലൊന്നല്ല കേട്ടോ വെച്ചിരുന്നത്, ഉള്ളത് കിട്ടി അടിക്കുക തന്നെ. വല്ലാത്ത എക്സ്പീരിയൻസാ. ഇപ്പുറത്ത് കടല്, ഇപ്പുറത്ത് മരുഭൂമി. എന്താ പറയാ, അതെ ഫ്രൂട്ട്സ് തുടങ്ങാം. ബിരിയാണി ഉണ്ട്, പൊരിക്കടി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പായസം, സലാഡ്, കച്ചമ്പറ്, വെള്ളം, എന്തോ ഒരു ഡ്രിങ്ക്, ചായ പൊരിക്കടി ഉണ്ട്. എന്തപ്പത് ഇനി എന്താ വേണ്ടി? ബിരിയാണി ഞാൻ നോക്ക് നോക്ക് സത്യം പറയട്ടെ, ഉണ്ട്. ലൈറ്റ് പോയി. വിമാനം ഗായ്സ്, ഇവിടെ കണ്ടോ ഫുഡൊക്കെ കഴിച്ച് ഫുള്ള് വേസ്റ്റൊക്കെ സെറ്റാക്കി. ഇത് കണ്ടോ, ഇവിടെ എന്തോ ഒരു പച്ച കത്തണമായി നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെന്താ സംഭവം? കടലിൽ ഇങ്ങനെ ഒരു പച്ച കത്തണത് ഇതെന്താന്ന് അറിഞ്ഞവരൊന്ന് പറയട്ടോ. ഇനി ഒന്ന് നിസ്കരിക്കണം. കാക്ക ഫുൾ സെറ്റ് അല്ലേ? നിസ്കരിക്ക, വേസ്റ്റ് മൊത്തം സെറ്റാക്കില്ലേ ഗ്യാസ്? അങ്ങനെ നോമ്പർക്കലൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് കാക്ക ഫ്ലൈറ്റിന്റെ സൗണ്ട് ഉണ്ടാക്കി. പാസഞ്ചേഴ്സ് അറ്റൻഷൻ പ്ലീസ്. നമ്മുടെ ക്യാപ്റ്റൻ ഇപ്പോൾ 120 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പൊ അങ്ങനെ നോമ്പറക്കൽ കഴിഞ്ഞു. ഞങ്ങളെ പരിപാടിയായിരുന്നു, അടിപൊളിയാക്കി, ഒന്നും പറയാനില്ല. ഫുള്ള് വീഡിയോ കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഉള്ളത് വെച്ചിട്ട് അടിപൊളി പരിപാടി ഫുൾ സെറ്റപ്പ് ആയിരുന്നു. അപ്പോ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.